ഒന്നുമില്ല, ഇത്ര രൂപ വരുമാനം വരുന്നു, അതിൻ്റെ ഇത്ര രൂപ ടാക്സാണ്, അത് കൃത്യമായിട്ട് അടച്ച് എല്ലാത്തിനും റെസീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇതിപ്പോൾ ആര് കേൾക്കുന്നുണ്ടെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. എല്ലാ മേഖലകളിലും ഡിസിപ്ലിൻ വേണം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ചെറിയ തകരാറ് വന്നതാണ് മകൾ ദിയയുടെ സ്ഥാപനത്തിലുണ്ടായ പ്രശ്നത്തിൻ്റെ ഒരു കാരണം. എന്ന് വെച്ച് അവിടെ നിന്ന് പണം മോട്ടിച്ചവരെ നല്ലതെന്ന് പറയുകയല്ല, അവിടെ ഒരു ചെറിയ ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ടായി. അതെ, ഇങ്ങനെ ഒരു മാസം കൊടുക്കുവോ, ഇത്ര സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ സിന്ധു ചേച്ചി റൂള് വെക്കുവോ? അങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവാക്കി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ 100 രൂപ വരുമ്പോൾ ചിലപ്പോൾ 60-70 രൂപ വരെ ചില കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു, ഇപ്പോൾ അഹാന തന്നെ സ്വന്തമായിട്ടൊരു ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മുടക്കി കഴിയുമ്പോൾ അതിനെ നമുക്കറിയത്തുള്ളൂ. കാരണം റിട്ടേൺസ് വരണമെങ്കിൽ ഇപ്പോൾ ഏതൊരു ബിസിനസ് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുടക്കും. ചിലത് ക്ലിക്ക് ചെയ്യും, ചിലത് ഫ്ലോപ്പ് ആവും, പക്ഷെ വീണ്ടും നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പെൻസസ് എല്ലാം കൂടും. അതങ്ങനെയാണ്. ഇതൊരു ഷോ വേൾഡാണ്. അപ്പോൾ കുറേ രൂപ നമുക്ക് ഷോയ്ക്കായിട്ടും ചിലവാക്കേണ്ടി വരും. ഇതിനോടൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. പക്ഷേ ഞാൻ എപ്പോഴും പിള്ളേർക്ക് പറയും, ചിലവാക്കി തന്നെ പോകണം. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു എന്റെ വീട്ടിലൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ല, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം യൂത്ത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇപ്പോൾ ജെൻസീസ് എന്ന് പറയാം. ജെൻസി കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയും വന്നു കഴിഞ്ഞു, കാരണം ഓമിയൊക്കെ ബീറ്റയാണ്. എങ്കിലും കോവിഡിന് ശേഷം കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സ് കൂടി. സമ്പാദിച്ച് വെച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പിടികിട്ടി. കോവിഡ് വലുതായിട്ട് പഠിപ്പിച്ചു. 2, യൂത്ത് എന്ന് പറഞ്ഞവർ അവർക്ക് ചിലവാക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ്. കാരണം എനിക്ക് ഈ യുവാക്കൾ, എൻ്റെ മക്കളെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയൊരാഗ്രഹം ഒന്നുകൂടി ജനിച്ച് ഇതുപോലെ ജീവിക്കണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവാക്കാൻ അവർ പണം ഉണ്ടാക്കിയിട്ട് അത് ചിലവാക്കണം. അപ്പോഴാണ് രാജ്യത്ത് തന്നെ മാറ്റം വരുന്നത്. നമ്മളെല്ലാവരും സമ്പാദിച്ച് വെച്ചുകൊണ്ടിരുന്ന ഈ പൈസ ഒരിടത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ചിലവാക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ചിലവാക്കി തന്നെ ജീവിക്കണം. ലോകം സഞ്ചരിക്കാറുണ്ട്, ഇവരെല്ലാവരും സഞ്ചരിക്കുന്നു, അവിടെ പോയി വീഡിയോ ഇടുന്നു. ആ വീഡിയോയിലൂടെ അവർക്കും അറിവ് കിട്ടുന്നു, മറ്റു പലർക്കും അറിവ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല പ്രോഡക്ട്സിൻ്റെ ആഡ് വരുമ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നവരും യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിന് അവരും ഹാപ്പിയാവും. ഒരു ബെറ്റർ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞു വെക്കും, കീപ് മൂവിങ്, കീപ് സ്പെൻഡിങ്, ലൈഫ് ഹാപ്പി ആവണം. പ്ലസ് ഒരു കാര്യം, ഉണ്ടാക്കുന്ന വരുമാനം മുഴുവൻ നമ്മുടേതല്ല. അതുകൊണ്ട് ഒരു 10%, അതുകൊണ്ടാണ് വി ഹാവ് എ ചാരിറ്റി ഓർഗനൈസേഷൻ കോൾഡ് അഹാദിഷിക ഫൗണ്ടേഷൻ. അതിലോട്ടും 10% തന്നേക്കണം. കാരണം അത് എന്നും മാറ്റി വെച്ചോണം. കാരണം പലർക്കും തോന്നി ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ല, അത് വന്നു കയറിയതാണ് പൈസ. അപ്പം അതിൻ്റെ ഒരു ഭാഗം സമൂഹത്തിലോട്ടും പോകണം. നമുക്ക് റോൾ റിവേഴ്സിങ് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കൃഷ്ണകുമാറിൻ്റെ മക്കൾ എന്നാണ്. ഇപ്പൊ പറയും കൃഷ്ണകുമാർ അഹാനയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇഷാനിയുടെ അച്ഛൻ, ദിയയുടെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ ആസ് എ പേരന്റ് സാർ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, ആ ഒരു റിവേഴ്സ് പരിപാടി? നമ്മുടെ മക്കൾ എന്ന് പറയുന്ന എല്ലാവർക്കും പ്രഷ്യസ് ആണല്ലോ. നമ്മളിലൂടെ അവരറിയപ്പെട്ടു, അവരിലൂടെ തിരിച്ചറിയപ്പെടാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. വീണ്ടും എനിക്കതിനകത്തൊരു സ്പെഷ്യൽ സംഭവം വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഓമിയുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ് അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മാറുന്ന മേൽവിലാസങ്ങൾ എന്ന് പറഞ്ഞു. കാരണം അന്ന് ആദ്യം ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിലാണ് അറിയപ്പെട്ടത്. ഇന്ന ആളുടെ മോനാണ് ഒക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ടി വിയിൽ വന്ന് കുറച്ച് പേരൊക്കെ വന്നപ്പോഴത്തേക്ക് അച്ഛനോട് പറയാൻ തുടങ്ങി, കൃഷ്ണകുമാറിൻ്റെ അച്ഛനാണല്ലേ, നമ്മൾ ഈ കോളനിയിൽ വെച്ച് കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്രസ്സ് മാറി, എനിക്കൊരു അഡ്രസ്സ് കിട്ടി. ഇത് കഴിഞ്ഞ് സിനിമയിലൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡായി കൃഷ്ണകുമാർ. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, കൃഷ്ണകുമാറിൻ്റെ മക്കൾ. ഇന്ന് ആ 5 സ്ത്രീകളും അവരുടേതായ അധ്വാനവും അവരുടെ ഭാഗ്യവും കൊണ്ട് അവർക്കൊരു മേൽവിലാസം കിട്ടിയപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് ഒരു കൊച്ചുകുട്ടികളെന്ന് ചോദിക്കും, അങ്കിളല്ലേ ഹൻസിക ചേച്ചിയുടെ അച്ഛൻ. അത് കഴിഞ്ഞാണ് ഈ മകളുടെ ഇഷ്യൂ വന്ന് പുതിയൊരാൾ ജനിച്ച് ഓമിയുടെ വന്നപ്പോൾ ഇപ്പോൾ ഓമിയുടെ അപ്പൂപ്പൻ എന്ന് പറയുന്നതിനേക്കാൾ ഓമിയുടെ വിശേഷങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ വലിയ അഭിമാന നിമിഷങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് പലരോടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ മക്കളൊക്കെ
പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആൾക്കാർ കാണുന്നു, എൻജോയ് ചെയ്യുന്നു, നമ്മളോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഞാൻ ഈ ഭാഗ്യം അനുഗ്രഹം എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ് ആൻഡ് കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി എന്നൊരു വേർഡ് പല കുട്ടികൾക്കും അറിയാം. ഇതൊരു ബുക്കിൽ വന്നതാണ്. ഈ ഉപകാര സ്മരണ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മളെപ്പോഴും നമുക്ക് വന്ന ഉപകാരങ്ങളും ചെയ്തവരെയും നമ്മൾ സ്മരിക്കണം. അത് ധനത്തിന് തുല്യമാണ്. അതുപോലെ പരാതികളുണ്ടെങ്കിൽ, പോരായ്മകളും പരാതികൾ എല്ലാവർക്കും ഉണ്ട്, അതിനെപ്പറ്റി പറയാതിരിക്കുക. കാരണം കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഇത് വീണ്ടും ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉപകാര സ്മരണ ധനമാണ്. ധാരാളം ധനം വരട്ടെ. ഓക്കെ, അപ്പോൾ ഓമിയുടെ കാര്യം പറഞ്ഞല്ലോ. ഓമി വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണ്? ദിയയ്ക്കും വീടിന് മൊത്തത്തിലും ഉണ്ടായ ഒരു മാറ്റം എന്താ? ദിയയ്ക്ക് ചേട്ടൻ കണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാറ്റം എന്താണ്? കാരണം ഒരുപാട് വിഷമിച്ചു. അവൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ, പ്രത്യേകിച്ച് പ്രസവിക്കാൻ റെഡിയായിരിക്കുന്ന ഒരു 20 ദിവസമാണ് വയറ്റിൽ കിടന്ന് അവൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. കാരണം അന്നത്തെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രഷർ എടുക്കരുതെന്ന് പറയും. കാരണം വന്നുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് അതിനൊരു പരിഹാരം. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ അവളങ്ങ് വല്ലാതെ തകർന്നു. കാരണം കേസിലെ 2ാം പ്രതി, പിന്നെ FIR ഇട്ട വകുപ്പുകളെല്ലാം കടുത്തുപോയി. അതും അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടന്ന 3 പെൺകുട്ടികളാണ് ഇത് ചെയ്തത്. കുറ്റം അവർ ചെയ്തിട്ട് നമുക്കെതിരെ കേസ് വരുന്നു. അപ്പോൾ അത് കുറേ തവണ ആശുപത്രിയിലാവേണ്ടി വന്നു. അപ്പോൾ പുറത്ത് അമ്മ വിഷമിക്കുന്നുണ്ടെങ്കിലും അകത്ത് കിടക്കുന്ന കുഞ്ഞ് എന്തുമാത്രമാണ് അനുഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അവൻ്റെ ഒരു വരവ്, മേ ബി ആ പ്രശ്നം കഴിഞ്ഞൊരു വരവ്, പുതിയ ലോകത്തോട്ട് വന്നത് ഓസിക്കും അശ്വിനും അവരുടെ കുടുംബത്തിനും പ്ലസ് ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വല്ലാത്തൊരു ആനന്ദം തന്ന്, അളവില്ലാത്ത ആനന്ദം തന്ന ഒരു സംഭവമാണ്. വന്നതിന് ശേഷം എല്ലാം നന്മകൾ, അതിന് മുമ്പ് മോശം നടന്നതല്ല, പൊതുവേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു നന്മയുടെ അളവ് കൂടിയിരിക്കുന്നു. അവൻ്റെ വരവൊരു വളരെ പോസിറ്റീവ് ഒരു വരവാണ്, അനുഗ്രഹമാണ് അവൻ. അപ്പം മക്കളുടെ ഓരോരുത്തരുടെയും ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിലപ്പം ചേട്ടൻ എടുത്ത് പറയാറുണ്ട്. നമ്മൾ ചിലപ്പം യൂട്യൂബ് വ്ളോഗിലും ഒക്കെ കാണാറുണ്ട്. സോ ഈ കൂട്ടത്തിൽ ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാ? അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെ ഇടുന്നതാരായിരിക്കും? സംശയമൊന്നുമില്ല, അഹാന തന്നെയാണ്. അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് ആദ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അറിവില്ല, എന്തൊക്കെയോ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്തു തുടങ്ങി. ആ സമയത്ത് അഹാനയ്ക്ക് എഞ്ചിനീയറിങ്ങിനായിട്ട് എല്ലാം റെഡി ആയപ്പോഴാണ് അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എൻട്രൻസ് എഴുതി അത് കിട്ടിപ്പോകുന്നു. അവൾ അതും കഴിഞ്ഞ് PGയും എടുത്ത്, ഡിഗ്രി കഴിഞ്ഞ് PG എടുത്ത് മൈക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ആണ് കോവിഡ് വരുന്നത്. അപ്പോൾ അവൾ ഇതിനകത്ത് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും ഭയങ്കര, അതാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അവളങ്ങോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ട്രാഫിക് ഓൾമോസ്റ്റ് ഒരു 140% കൊണ്ട് കൂടി. അപ്പോൾ അവളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, ഇൻക്ലൂഡിങ് സിന്ധുവിനെ എല്ലാം. ഇപ്പോൾ എനിക്കൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ അഹാനടുത്ത് ചോദിച്ചാൽ അവൾ അതിനകത്തൊരു എക്സ്പേർട്ടായി മാറി. അപ്പോൾ എന്ത് വെച്ചാൽ അഹാന അങ്ങനെ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ചെയ്യില്ല. ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദയ്പൂർ എന്നൊരു സ്ഥലത്ത് പോകുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഉദയ്പൂർ ഇങ്ങനെ ഒരു പേര് കിട്ടിയത്, ആരായിരുന്നു ഇവിടുത്തെ 100 വർഷം മുമ്പുള്ള രാജാവ്, കംപ്ലീറ്റ്ലി ഒന്ന് പഠിക്കും. പഠിച്ചതിന് ശേഷം ഒരു സ്റ്റോറി ഉണ്ടാക്കും, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി അതിനൊരു ക്ലൈമാക്സും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമേ അവൾ പണി തുടങ്ങത്തുള്ളൂ. ഓക്കെ, ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. അതായത് അഹാനയുടെ വ്ളോഗ്സിൽ അഹാനയുടെ ചിലപ്പോൾ ഓൾറെഡി മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമോ ഉള്ളിൽ, ഫസ്റ്റ് ഷോട്ട് ഇന്നത് എടുക്കണം, അങ്ങനെ ഉണ്ടാവുമോ? കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. പോളല്ലേ? അത് സിന്ധുവിൽ നിന്ന് കിട്ടിയതാണ്.